ഹായ് ഓൾ ഫെറ്റ്ലയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് റാൻസംവെയറിനെ കുറിച്ചിട്ടാണ്. റാൻസംവെയറിനെ കുറിച്ച് പഠിക്കാൻ നമുക്ക് ആദ്യം ഒരു കേസ് സ്റ്റഡി തന്നെ കൺസിഡർ ചെയ്യാം. റിച്ചാർഡ് എന്നൊരു യുവാവ് ഉണ്ടായിരുന്നു. അയാളൊരു ഗെയിമറായിരുന്നു. അയാൾ ഒരു വലിയ സമയത്ത് ഗെയിമിംഗ് സെഷൻ കഴിഞ്ഞിട്ട് അയാൾ തൻ്റെ കമ്പ്യൂട്ടർ ഓഫാക്കാൻ പോവുകയായിരുന്നു. അപ്പോഴാണ് അയാളുടെ ഡെസ്ക്ടോപ്പിൽ ഒരു TXT ഫയൽ കാണുന്നത്. ആ ഫയലിൻ്റെ പേര് ransom.txt എന്നായിരുന്നു. അത് തുറന്ന് വായിച്ച റിച്ചാർഡ് കണ്ടത് അയാളുടെ പേഴ്സണൽ ഫയൽസും അതേപോലെ തന്നെ ഗെയിമിംഗ് ഫയൽസും ഹാക്ക് ചെയ്തിട്ട് അവർ എൻക്രിപ്റ്റ് ചെയ്തു എന്നൊരു മെസ്സേജാണ്. എന്നിട്ട് അതിൻ്റെ താഴെ തന്നെ $500 ബിറ്റ് കോയിൻ 24 മണിക്കൂറിനുള്ളിൽ വേണം. എന്നിട്ട് താഴെ അതിൻ്റെ ബിറ്റ് കോയിൻ വാലറ്റിൻ്റെ അഡ്രസ്സ് ഓൾസോ കൊടുത്തിരുന്നു. ഇത് കണ്ട റിച്ചാർഡ് ഉടനെ തന്നെ പോയിട്ട് അയാളുടെ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തപ്പോൾ കാണാൻ കഴിഞ്ഞത് എല്ലാ ഫയൽസും തന്നെ ലോക്ക് ആയിട്ടുണ്ട്, അതേപോലെ തന്നെ എൻക്രിപ്റ്റ് ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കേസ് എന്ന് പറയുന്നത് 2015 ടെസ്ല ക്രിപ്റ്റ് എന്ന റാൻസംവെയർ ഗെയിമേഴ്സിൻ്റെ ഇടയിൽ മൊത്തം സ്പ്രെഡായത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ എന്താണ് ഒരു റാൻസംവെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ കേസിൽ, അതായത് റിച്ചാർഡിൻ്റെ കേസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അയാളുടെ കമ്പ്യൂട്ടറിലേക്ക് റാൻസംവെയർ വരാൻ മൾട്ടിപ്പിൾ സാധ്യതകളുണ്ട്. ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു വെരിഫൈ ചെയ്യാത്ത സൈറ്റിൽ നിന്നും അയാൾ ഒരു ഗെയിം ഡൗൺലോഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ടൈപ്പ് ഓഫ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിരിക്കും. അതുമല്ലാതെ വേറെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് മലീഷ്യസ് ലിങ്കിൽ അയാൾ ക്ലിക്ക് ചെയ്തിരിക്കും. ഈ 2 ചാൻസ് വഴിയാണ് അയാളുടെ കമ്പ്യൂട്ടറിലേക്ക് ഈ റാൻസംവെയർ വരാനുള്ള സാധ്യത. അപ്പോൾ ഈ റാൻസംവെയർ എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് മാൽവെയർ ആണ്. അതായത് ഒരു യൂസറിൻ്റെ പേഴ്സണൽ ഫയൽസും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ലോക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ എൻക്രിപ്റ്റ് ചെയ്തിട്ട് ആ എൻക്രിപ്റ്റിൻ്റെ ഡീക്രിപ്ഷൻ കീ കിട്ടണമെങ്കിൽ അവർ തുക ആവശ്യപ്പെടും. ആ തുക ലഭിച്ചാൽ മാത്രമേ അവരതിനുള്ള ആ ഡീക്രിപ്റ്റ് ചെയ്യാനുള്ള കീ തരുള്ളൂ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ റാൻസംവെയർ എന്ന മാൽവെയർ എന്ന് പറയുന്നത്. ഈ റാൻസംവെയർ ഹാക്കേഴ്സ് ചോദിക്കുന്ന പൈസ അവർ ഒരിക്കലും നമ്മുടെ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യാൻ പറയില്ല. അവരെപ്പോഴും ചോദിക്കുന്നത് ബിറ്റ് കോയിനായിട്ടോ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി ആയിട്ടായിരിക്കും പൈസ ചോദിക്കുന്നത്. കാരണം ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് അവരുടെ അനോണിമസ് ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ റാൻസംവെയർ അറ്റാക്ക് നടന്നു കഴിഞ്ഞാൽ നമ്മൾ റിച്ചാർഡിൻ്റെ കേസ് പോലെ തന്നെ ആ യൂസേഴ്സിൻ്റെ ഡെസ്ക്ടോപ്പിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു TXT ഫയൽ അവർ സെൻഡ് ചെയ്യും. എന്നിട്ട് അതിൽ അവർ ഫുൾ ഡീറ്റെയിൽസ് പറയും, എന്തൊക്കെ ഫയൽസാണ് അവർ എൻക്രിപ്റ്റ് ചെയ്തിട്ടുള്ളത്, അതേപോലെ തന്നെ എത്ര എമൗണ്ടാണ് അവർക്ക് വേണ്ടത്, അതേപോലെ തന്നെ ഈ കാശ് എങ്ങനെ അവർക്ക് ബിറ്റ് കോയിൻ വഴി അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം, അങ്ങനെയുള്ള ഫുൾ കാര്യങ്ങൾ അവരതിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഒരു റാൻസംവെയർ അറ്റാക്ക് കഴിഞ്ഞിട്ട് യൂസേഴ്സ് ആ കാശ് കൊടുത്തു കഴിഞ്ഞാലും ആ എൻക്രിപ്റ്റ് ചെയ്ത ഫയൽസിൻ്റെ ഡീക്രിപ്ഷൻ കീ കിട്ടുമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. എന്നാലും ഈ റാൻസംവെയറിനെ പറ്റി അധികം അവെയർ അല്ലാത്തവർ ആ ഒരു വെപ്രാളത്തിൽ അവരറിയാതെ തന്നെ ആ കാശ് കൊടുത്തിട്ട് എങ്ങനെയും അത് ഒതുക്കാനായിരിക്കും ശ്രമിക്കുന്നത്. അപ്പോൾ ഈ റാൻസംവെയർ എങ്ങനെയാണ് സ്പ്രെഡ് ആവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് റാൻസംവെയർ ഒരു യൂസറിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് എത്തുന്നത്? ഇത് മെയിനായിട്ട് ഇത് വരാനുള്ള സാധ്യത എന്ന് പറയുന്നത് ഫിഷിംഗ് അറ്റാക്കാണ്. ഫിഷിംഗ് അറ്റാക്ക് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അതായത് ഒരു ജെനുവിൻ ആയുള്ള മെസ്സേജ് എന്ന രീതിയിൽ ഒരു മെസ്സേജ് വരും. അതായത് നിങ്ങൾക്ക് ഇത്രയും പൈസ ലഭിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് ലഭിച്ചിരിക്കുന്നു, അത് കിട്ടാൻ വേണ്ടി താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, ഇങ്ങനെയായിരിക്കും മെസ്സേജ്. അപ്പോൾ ഇതിനെപ്പറ്റി അധികം അവെയർ അല്ലാത്ത ഒരാൾ എന്തായാലും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യും. അപ്പോൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരൊരു മലീഷ്യസ് വെബ്സൈറ്റിലേക്കായിരിക്കും റീഡയറക്റ്റ് ആവുന്നത്. അവിടെ അവർ ഓൾറെഡി കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഇതുപോലെ ഫയൽ ഡൗൺലോഡ് ആവണമെന്ന്. നമുക്കിപ്പോൾ അറിയാം, നമ്മളിപ്പോൾ ചില ഫയൽസൊക്കെ ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഡൗൺലോഡ് സ്റ്റാർട്ട് ആകുമല്ലേ. അതേപോലെ തന്നെ അവർ പ്രോഗ്രാം ചെയ്ത് വെച്ചിട്ടുണ്ടാവും ആ പർട്ടിക്കുലർ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഫയൽസ് ഡൗൺലോഡ് ആവുന്ന രീതിയിൽ. അത് ആ യൂസറിന് അറിയുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ റാൻസംവെയർ അവരുടെ സിസ്റ്റത്തിലേക്ക് ഡൗൺലോഡ് ആവുകയും അത് അവരുടെ പേഴ്സണൽ ഫയൽസ് അങ്ങനെ ഡൗൺലോഡ് ആവുന്നതിലൂടെ ആ ഹാക്കേഴ്സിന് അവരുടെ കമ്പ്യൂട്ടറിന് മേലുള്ള പൂർണ്ണ ഒരു കൺട്രോൾ കിട്ടുകയും അങ്ങനെ അവരുടെ പേഴ്സണൽ ഫയൽസും കാര്യങ്ങളൊക്കെ എൻക്രിപ്റ്റ് ചെയ്തിട്ട് അവർ ക്യാഷ് ചോദിക്കും. ഇതാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുന്നത്. ഫിഷിംഗ് അറ്റാക്ക് അല്ലാതെ ഇത് സ്പ്രെഡ് ആവാനുള്ള വഴി എന്ന് പറയുന്നത് മാൽവെയർസ് ആണ്. അതല്ലാതെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ്, അതായത് വെരിഫൈഡ് അല്ലാത്ത സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് വഴി, അല്ലെങ്കിൽ മോഡ്, ക്രാക്ക്ഡ് APK അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് വഴി ഈ റാൻസംവെയർ സ്പ്രെഡ് ആവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ട്രസ്റ്റഡ് അല്ലാത്ത വൈഫൈ നെറ്റ്വർക്ക്സിൽ കണക്ട് ചെയ്താൽ ഓൾസോ ഈ ഒരു റാൻസംവെയർ കിട്ടാൻ സാധ്യതകളുണ്ട്. ഇതൊന്നും അല്ലാതെ മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് RDP പ്രോട്ടോക്കോൾ, അതായത് റിമോട്ട് ഡെസ്ക്ടോപ്പ് പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് ഒരു അറ്റാക്കറിന് റാൻസംവെയർ ഓൾസോ ഒരു യൂസറിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് എത്തിക്കാൻ സാധിക്കും.
RDP എന്ന് പറയുന്നത് വിൻഡോസ് സിസ്റ്റത്തിൽ കൊണ്ടുവരുന്നൊരു പ്രോട്ടോക്കോളാണ്. അതായത് നമുക്ക് റിമോട്ട്ലി, അതായത് എനിക്ക് ഈ സ്ഥലത്തിരുന്നുകൊണ്ട് തന്നെ മറ്റൊരു സിസ്റ്റം കൺട്രോൾ ചെയ്യാൻ സാധിക്കും ആ പ്രോട്ടോക്കോളിൻ്റെ സഹായത്തോടുകൂടി. അപ്പോൾ ഇതും ഈ അറ്റാക്കേഴ്സിന് ഒരു വഴിയാണ് ഒരു യൂസറിൻ്റെ കമ്പ്യൂട്ടറിലേക്ക് റാൻസംവെയർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട്. നമുക്കിനി ഈ റാൻസംവെയറിൻ്റെ പല ടൈപ്സിനെ പറ്റി നോക്കാം. ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് ലോക്കർ റാൻസംവെയർ ആണ്. ലോക്കർ റാൻസംവെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റാൻസംവെയർ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ഫങ്ഷണാലിറ്റിയും വർക്കാവില്ല. അതായത് നമ്മുടെ മൗസ് ക്ലിക്ക് ചെയ്യാനോ അല്ലെങ്കിൽ കീബോർഡ് വർക്ക് ചെയ്യാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ സംഭവിക്കില്ല. ജസ്റ്റ് നമ്മുടെ ഫുൾ ഫങ്ഷണാലിറ്റി അവിടെ പോസായി പോകും. നമ്മൾ ആ പേയ്മെൻറ്റ് എപ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നുവോ അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ കൺട്രോൾ തിരിച്ച് ലഭിക്കുകയുള്ളൂ. രണ്ടാമത്തെ പറയുന്നത് ക്രിപ്റ്റോ റാൻസംവെയർ ആണ്. അതായത് ഇപ്പം നമ്മുടെ റിച്ചാർഡിൻ്റെ കേസിൽ പറഞ്ഞ അതേ സിനാരിയോ ആണ് ഇവിടെ നടക്കുന്നത്. അതായത് റാൻസംവെയർ വന്നു കഴിഞ്ഞിട്ട് ആ യൂസറിൻ്റെ പേഴ്സണൽ ഫയൽസും കാര്യങ്ങളെല്ലാം എൻക്രിപ്റ്റ് ചെയ്തിട്ട്, അതായത് അതിൻ്റെ ഡീക്രിപ്ഷൻ കീ ആ അറ്റാക്കറിൻ്റെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. നമ്മൾ എവിടെ നോക്കിയാൽ അതിൻ്റെ ഡീക്രിപ്ഷൻ കീ കിട്ടില്ല. അങ്ങനെ അവർക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് ആ ഡീക്രിപ്ഷൻ കീ വഴി നമ്മുടെ ഫയൽസ് റിക്കവർ ചെയ്യുന്ന മെത്തേഡിനാണ് ക്രിപ്റ്റോ റാൻസംവെയർ എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് സ്കെയർവെയർ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഒരു വാർണിംഗ് പോലെ പോപ്പ് വരും അല്ലേ. അതായത് നിങ്ങളുടെ കമ്പ്യൂട്ടർ ഇതുപോലെ വൈറസ് അഫക്റ്റഡ് ആയിട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും കാണാറുണ്ടല്ലേ. അപ്പോൾ നമ്മൾ ചിലർ ഇതിനെപ്പറ്റി അറിയാത്തവരാണെങ്കിൽ അറിയാതെ അത് ക്ലിക്ക് ചെയ്യും. അപ്പോൾ അവർക്ക് വേറെ വെബ്സൈറ്റിലേക്ക് പോകും. അവിടെ പറയുന്നത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ നിന്നും ഈ വൈറസിനെ ഒഴിവാക്കണമെങ്കിൽ ഇത്രയും പൈസ അടയ്ക്കണം. അപ്പോൾ അങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ ഫയൽസും കാര്യങ്ങളൊന്നും എൻക്രിപ്റ്റ് ചെയ്യില്ല. എന്നാലും ഇതൊരു ടൈപ്പ് ഓഫ് റാൻസംവെയർ ആണ്. അപ്പോൾ അറിയാത്ത യൂസർ അതോ എൻ്റെ കമ്പ്യൂട്ടറിൽ വൈറസ് കയറി എന്ന് പേടിച്ച് അറിയാതെ പേയ്മെൻറ്റ് ചെയ്യും. ഈ ടൈപ്പ് ഓഫ് റാൻസംവെയറിനെ പറയുന്ന പേരാണ് സ്കെയർവെയർ. ഇപ്പോൾ നമ്മൾ റിച്ചാർഡിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അയാളുടെ സിസ്റ്റത്തെ റാൻസംവെയർ അഫക്റ്റ് ആവുന്നതെന്നും രക്ഷിക്കാൻ കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നുവെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ബാക്കപ്പ് ചെയ്ത് വെക്കുക. അതായത് നമ്മുടെ ഫയൽസും കാര്യങ്ങളും എല്ലാം ഒരു ക്ലൗഡ് സ്റ്റോറേജിലേക്ക് ബാക്കപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഫിസിക്കൽ ഹാർഡ് ഡിസ്കിലേക്ക് ബാക്കപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഫയൽസെല്ലാം റിക്കവർ ചെയ്യാൻ സാധിക്കും. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റത്തിന് വരുന്ന അപ്ഡേറ്റ്സും, അതായത് പ്രത്യേകിച്ച് സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കുക. അപ്പോൾ അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ അത് ലേറ്റസ്റ്റ് വൈറസും കാര്യങ്ങളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഫീച്ചേഴ്സോടായിരിക്കും വരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിലൂടെ ഓൾസോ നമുക്ക് വൈറസ്, റാൻസംവെയർ, മാൽവെയർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തടയാൻ സാധിക്കും. പിന്നെന്ന് പറയുന്നത് ഒരു ആൻറ്റി വൈറസ് ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ കമ്പ്യൂട്ടറിൽ എപ്പോഴും വെക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാസ്പെർസ്കി, ബിറ്റ് ഡിഫൻഡർ, ഇതിലെല്ലാം ഒരു ആൻറ്റി റാൻസംവെയർ ഫീച്ചർ ഓൾസോ വരുന്നുണ്ട്. അതായത് ഒരു റാൻസംവെയർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അത് ഓൾസോ ഓട്ടോമാറ്റിക്കായിട്ട് ഡിറ്റക്റ്റ് ചെയ്ത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഫീച്ചർ ഓൾസോ ഈ ആൻറ്റി വൈറസുകളിലുണ്ട്. അതല്ലാതെ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിലും കാര്യങ്ങളൊക്കെ ബ്രൗസ് ചെയ്യുമ്പോൾ നമ്മുടെ ആ ലിങ്കിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ഗ്രീൻ ലോക്ക്, അതായത് HTTPS കണക്ഷൻ ആണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. HTTPS ആൻഡ് HTTP എന്താണെന്ന് അറിയാത്തവർക്ക് നമ്മൾ പഴയ വീഡിയോ നോക്കാം. നമ്മൾ എന്താണെന്ന് വിശദമായിട്ട് ചെയ്തിട്ടുണ്ട്. HTTPS എന്ന് പറഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മൾ വിസിറ്റ് ചെയ്യുന്ന വെബ്സൈറ്റ് എല്ലാം HTTPS ആണെന്ന് ഉറപ്പുവരുത്തുക. ഇൻ കേസ് HTTP ആണെങ്കിൽ അവിടെ യാതൊരു വിധം നമ്മുടെ ഡേറ്റയും കൊടുക്കാതെ അല്ലെങ്കിൽ ആ വെബ്സൈറ്റിൽ നിന്നും ഒരു ഫയൽ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ നിങ്ങളുടെ സിസ്റ്റം റാൻസംവെയർ അഫക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു വെബ്സൈറ്റ് വരുന്നുണ്ട്, nomorransom.org. ഈ വെബ്സൈറ്റിൽ ഓൾമോസ്റ്റ് മിക്ക റാൻസംവെയറിൻ്റെയും ഡീക്രിപ്ഷൻ കീ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കീ ഓൾസോ നമുക്ക് യൂസ് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് റാൻസംവെയർ എന്ന് പറയുന്ന മാൽവെയർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലാവും ഇത് എത്രത്തോളം അപകടകാരിയായ ഒരു വൈറസ് ആണെന്ന്. ഇപ്പോൾ മിക്ക യൂസേഴ്സിനും ഈ റാൻസംവെയർ അറ്റാക്ക് വരുന്നുണ്ട്. ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ വളരെ ഹ്യൂജ് എമൗണ്ട് ആയിരിക്കും ഹാക്കേഴ്സ് ആവശ്യപ്പെടുന്നത്. അത് നമ്മളെപ്പോലുള്ളവർക്കും ചിലപ്പോൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത വിധം പൈസ ആയിരിക്കും അവർ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇതിൽ വീഡിയോ പറഞ്ഞിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് എല്ലാവരും പാലിക്കാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും നമുക്കറിയാത്ത വെബ്സൈറ്റുകളിലൊന്നും പോയിട്ട് ഫയൽസും കാര്യങ്ങളൊന്നും ഡൗൺലോഡ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ക്രാക്ഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാക്സിമം ഒഴിവാക്കുക. ട്രസ്റ്റഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ മാത്രം യൂസ് ചെയ്യുക. അതേപോലെ തന്നെ നമുക്കറിയാത്ത വെബ്സൈറ്റുകളിൽ നിന്നും പോയിട്ട്, അതായത് HTTPS വെബ്സൈറ്റുകൾ മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നതിലൂടെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറെ സുരക്ഷിതമാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമ്മുടെ വിൻഡോസ് ഡിഫൻഡറൊക്കെ ഫുൾ ടൈം ഓൺ ആണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമ്മൾ ഡിസ്കസ് ചെയ്തത് റാൻസംവെയർ എന്ന ഒരു മാൽവെയറിനെ പറ്റിയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെയുള്ള ഇനിയും എന്തെങ്കിലും ടോപ്പിക്സ് ഡിസ്കസ് ചെയ്യണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയുന്നതാണ്. അതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു. ബൈ.